ഞാൻ രമേശ് ശിവരാമൻ. പ്രൈം ടൈം ന്യൂസിലേക്ക് വിശദമായി. മുഖ്യമന്ത്രിയെ വേദിയിൽ ഇരുത്തി രാഷ്ട്രീയ വിമർശനവുമായി MT വാസുദേവൻ നായർ. രാഷ്ട്രീയത്തിലെ മൂല്യച്യുതിക്ക് കാരണം അർഹതയുള്ള വ്യക്തികളുടെ അഭാവം, അധികാരമെന്നാൽ ജനങ്ങളെ സേവിക്കാനുള്ള അവസരമെന്ന സിദ്ധാന്തത്തെ കുഴികുത്തി മൂടിയെന്നും MT തുറന്നടിച്ചു. ഉന്നം വെച്ചത് കേന്ദ്രത്തെ എന്നായിരുന്നു EP ജയരാജന്റെ പ്രതികരണം. കോഴിക്കോട്ട് നടക്കുന്ന കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിവലായിരുന്നു വേദി. ചടങ്ങിൽ മുഖ്യാതിഥിയായിരുന്നു MT വാസുദേവൻ നായർ. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഉദ്ഘാടന പ്രസംഗത്തിന് പിന്നാലെയായിരുന്നു വിമർശനം. അസംബ്ലിയിലോ പാർലമെന്റിലോ മന്ത്രിസഭയിലോ ഒരു സ്ഥാനം എന്ന് വെച്ചാൽ ആധിപത്യത്തിനുള്ള ഒരു തുറന്ന അവസരമാണ്. അധികാരമെന്നാൽ ജനസേവനത്തിന് കിട്ടുന്ന മെച്ചപ്പെട്ട ഒരവസരമെന്ന സിദ്ധാന്തത്തെ പണ്ടെന്നു നമ്മൾ കുഴിവെട്ടി മൂടി. നേതൃപൂജകളെ വകവയ്ക്കാതെയിരുന്ന EMS മഹാനായ നേതാവാണെന്നും അധികാരം ഉപയോഗിച്ച് ജനങ്ങളെ ഉത്തരവാദിത്തമുള്ളവരാക്കി മാറ്റിയെന്നും MT വാസുദേവൻ നായർ പറഞ്ഞു. നയിക്കാൻ ഏതാനും പേരും നയിക്കപ്പെടാൻ അനേകരും എന്ന പഴയ സങ്കല്പത്തെ മാറ്റിയെടുക്കാനാണ് EMS എന്ന് ശ്രമിച്ചത്. ആചാരോപചാരമായ നേതൃത്വ പൂജകളിലൊന്നും അദ്ദേഹത്തെ കാണാതിരുന്നതും അതുകൊണ്ട്. പേരെടുത്ത് പറഞ്ഞില്ലെങ്കിലും വാക്കുകൾ പിണറായി വിജയനെ ഉന്നം വയ്ക്കുന്നത് എന്ന രാഷ്ട്രീയ വിലയിരുത്തൽ വന്നതോടെ പ്രസംഗം കേന്ദ്ര സർക്കാരിനെ ഉദ്ദേശിച്ച് എന്ന പ്രതികരണവുമായി LDF കൺവീനർ EP ജയരാജൻ രംഗത്തെത്തി. ആ പ്രസംഗത്തിലൊന്നും കേരളത്തെ ബാധിക്കുന്നതേയല്ല, അദ്ദേഹം പൊതുവായിട്ടുള്ള ചില കാര്യങ്ങൾ വിശദീകരിക്കുകയാണ് ചെയ്തത്. അതിനെ ഈ ഇടതുപക്ഷ വിരുദ്ധ ഒരു അവസ്മാരം കയറിയിട്ടുള്ളവരുണ്ട്. അവർക്കിതിനെ എങ്ങനെയെല്ലാം ഇടതുപക്ഷ ഗവൺമെന്റിനും CPM-നും പിണറായി വിജയനും എതിരായി തിരിച്ചുവിടാൻ കഴിയും, അതിനുള്ള നല്ല ശ്രമം നടത്തുന്നു. മുഖ്യമന്ത്രിയെ പുകഴ്ത്തിയുള്ള ഗാനം വിവാദമായ സാഹചര്യത്തിലാണ് MT വാസുദേവൻ നായരുടെ വിമർശനം എന്നതും ശ്രദ്ധേയമാണ്. 24 കോഴിക്കോട്. മലപ്പുറത്ത് മുഖ്യമന്ത്രിക്ക് നേരെ രണ്ടിടത്ത് കരിങ്കൊടി. കൊണ്ടോട്ടി പുളിക്കലിലും മച്ചിങ്ങൽ ബൈപ്പാസിലുമായിരുന്നു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധിച്ചത്. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിന്റെ അറസ്റ്റിൽ പ്രതിഷേധിച്ചാണ് കരിങ്കൊടി കാണിച്ചത്. പുസ്തക പ്രകാശന ചടങ്ങിന് എത്തിയതായിരുന്നു മുഖ്യമന്ത്രി. മുഖ്യമന്ത്രിക്കെതിരെ അധിക്ഷേപ പരാമർശവുമായി വീണ്ടും എറണാകുളം DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ്. നിവർന്നു നിൽക്കാൻ കഴിയാത്ത പടുകിളവനാണ് പിണറായി എന്നും കേരളത്തിലെ നമ്പർ 1 ക്രിമിനലാണ് മുഖ്യമന്ത്രിയെന്നും മുഹമ്മദ് ഷിയാസ് ആരോപിച്ചു. DYFI ഗുണ്ടകളെ മുഖ്യമന്ത്രി അഴിച്ചുവിടുകയാണെന്നും എറണാകുളം DCC അധ്യക്ഷൻ. ഈ രക്ഷാസംഘങ്ങൾ ചിലപ്പോൾ ബലം പ്രയോഗിച്ച് വാഹനങ്ങളുടെ മുന്നിൽ നിന്ന് ഇവരെ പിടിച്ചു മാറ്റേണ്ടി വരും. അങ്ങനെ പിടിച്ചു മാറ്റുന്ന ആളുകൾക്ക് ചിലപ്പോൾ വേദന ഉണ്ടാകാം എന്ന് പറയുന്ന ഈ പിണറായി വിജയനാണ് കേരളത്തിലെ നമ്പർ 1 ക്രിമിനൽ എന്ന് പറയാൻ കൂടി ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഇത്രയും പ്രായമായില്ലടോ, മക്കളും കൊച്ചുമക്കളുമൊക്കെയായി പിണറായി വിജയൻ എത്ര വയസ്സായി? എഴുന്നേറ്റ് നടക്കാൻ പോലും കഴിയില്ല, നിവർന്നു നിൽക്കാൻ പോലും കഴിയില്ലാത്ത ഈ വൃദ്ധനായ പടുകിളവനായ ഈ വൃത്തികെട്ടവനാണ് ഈ ക്രിമിനൽ സംഘങ്ങൾക്ക് നേതൃത്വം നടക്കുന്നത്. അടങ്ങാത്ത പകയാണ് പിണറായി വിജയനുള്ളത്, അടങ്ങാത്ത പകയാണ്, ക്രിമിനൽ സ്വഭാവമാണ് നിങ്ങൾക്കുള്ളത്. മുസ്ലിം ലീഗുമായുള്ള പഴയകാല ബന്ധം ഓർമ്മിപ്പിച്ച് മുഖ്യമന്ത്രി. ദേശാഭിമാനി സംഘടിപ്പിച്ച പുസ്തക പ്രകാശന ചടങ്ങിലാണ് മുഖ്യമന്ത്രിയുടെ പരാമർശം. ലീഗ് MLA P. ഉബൈദുള്ളയാണ് പുസ്തകം ഏറ്റുവാങ്ങിയത്. മലപ്പുറത്തിന്റെ ചരിത്രവും സാംസ്കാരിക പാരമ്പര്യവും സംബന്ധിച്ച് വിവിധ മേഖലകളിലെ പ്രഗത്ഭർ നടത്തിയ പഠനങ്ങൾ കോർത്തിണക്കിയാണ് ദേശാഭിമാനി മലപ്പുറം മിഥ്യയും യാഥാർത്ഥ്യവും എന്ന പുസ്തകം പുറത്തിറക്കിയത്. സ്വാതന്ത്ര്യ സമരകാലം മുതൽ മലപ്പുറം നേരിട്ട അവഹേളനങ്ങളും അധിക്ഷേപങ്ങളും ചൂണ്ടിക്കാട്ടുന്നതിനിടയിലാണ് CPIM-ഉം ലീഗും തമ്മിലുള്ള പഴയ സഖ്യകക്ഷി ബന്ധം മുഖ്യമന്ത്രി ഓർമ്മിപ്പിച്ചത്. ഒപ്പം കോൺഗ്രസിനെതിരെ ഒളിയമ്പും. 60കളിലെ അന്നത്തെ ഇടതുപക്ഷത്തിന്റെ ഭാഗമായി ലീഗ് സഹകരിച്ച് പ്രവർത്തിക്കുന്ന നിലയുണ്ടായിരുന്നു. ആ ഘട്ടത്തിൽ റാവൽപിണ്ടി പീക്കിംഗ് അച്യുതണ്ട് എന്നതിനെ ആക്ഷേപിച്ചതും ആരായിരുന്നുവെന്നതും ഓർക്കുന്നത് നല്ലതാണ്. ഇപ്പോൾ അവരെ പേരെടുത്ത് പറഞ്ഞ് ആക്ഷേപിക്കാനൊന്നും ഞാൻ തയ്യാറാകുന്നില്ല. ലീഗ് നേതാവ് മലപ്പുറം MLA P. ഉബൈദുള്ളയാണ് മുഖ്യമന്ത്രിയിൽ നിന്ന് പുസ്തകം സ്വീകരിച്ചത്. CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനായിരുന്നു അധ്യക്ഷൻ. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കെതിരായി, തൊഴിലാളി വർഗ പ്രസ്ഥാനത്തിനെതിരായി, ഇടതുപക്ഷ മുന്നണി ഗവൺമെന്റിനെതിരായി
ഏറ്റവും കടുത്ത രീതിയിലുള്ള കടന്നാക്രമണം നടത്തുന്ന മാധ്യമ ശൃംഖല എവിടെയാണെന്ന് ചോദിച്ചാൽ അത് ഈ കേരളത്തിലാണ്. പാണക്കാട് മുനവറിൽ തങ്ങൾ ഉൾപ്പെടെയുള്ളവരുടെ ലേഖനങ്ങൾ പുസ്തകത്തിലുണ്ട്. ക്ഷണമുണ്ടായിരുന്നെങ്കിലും KPCC സെക്രട്ടറി ആര്യടൻ ഷൗക്കത്ത് ചടങ്ങിൽ പങ്കെടുത്തില്ല. 24 മലപ്പുറം. പ്രൈം ടൈം ന്യൂസിലേക്ക് തിരികെ. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിന് ജാമ്യം നിഷേധിക്കാൻ അട്ടിമറി ശ്രമങ്ങൾ നടന്നു എന്ന ആരോപണവുമായി പ്രതിപക്ഷ നേതാവ് VD സതീശൻ. രാഹുൽ ഹാജരാക്കിയത് വ്യാജ മെഡിക്കൽ സർട്ടിഫിക്കറ്റാണെന്ന പ്രസ്താവനയിൽ MV ഗോവിന്ദന് വക്കീൽ നോട്ടീസ് അയക്കാനാണ് യൂത്ത് കോൺഗ്രസ് തീരുമാനം. രാഹുലിന്റെ ജാമ്യാപേക്ഷ തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ഈ മാസം 17-ന് പരിഗണിക്കും. പോലീസിനും തിരുവനന്തപുരം ജനറൽ ആശുപത്രി RMOക്കുമെതിരെ അതീവ ഗുരുതര ആരോപണങ്ങളാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉന്നയിച്ചിരിക്കുന്നത്. രാഹുലിന്റെ ആരോഗ്യസ്ഥിതി സംബന്ധിച്ച് വ്യാജ സർട്ടിഫിക്കറ്റാണ് പോലീസ് കോടതിയിൽ ഹാജരാക്കിയതെന്ന് VD സതീശൻ. ജനറൽ ആശുപത്രിയിലാകുമ്പോ ഇവരെല്ലാവരും കൂട്ടുകയാണ്. എന്നിട്ട് രണ്ടാമത് കുറച്ചുകൂടി വെള്ളം കൊടുത്ത് കുറെ കൂടി കഴിഞ്ഞിട്ട് എടുത്താൽ മതി എന്ന് പറഞ്ഞു. അപ്പൊ വീണ്ടും 150 എന്നിട്ട് നോർമലായി എഴുതി RMO. സ്വാധീനിക്കുന്ന എഴുതിയാണ്. എന്ത് തോന്നിവാസമാണ് നടക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിൽ കോടതിയിൽ സമർപ്പിച്ചത് വ്യാജ മെഡിക്കൽ സർട്ടിഫിക്കറ്റാണെന്ന പരാമർശത്തിൽ CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനെതിരെ ഇന്ന് വക്കീൽ നോട്ടീസ് അയക്കുമെന്ന് യൂത്ത് കോൺഗ്രസ് ഉപാധ്യക്ഷൻ അബിൻ വർക്കി. ഒരാളുടെ ഏറ്റവും വ്യക്തിപരമായ ആരോഗ്യ വിവരങ്ങൾ, ആ ആരോഗ്യ വിവരങ്ങൾ പോലും വ്യാജമാണ് എന്ന് പറയുന്ന CPMന്റെ സംസ്ഥാന സെക്രട്ടറി, അദ്ദേഹം എത്രമാത്രം മനുഷ്യത്വ വിരുദ്ധനാണ് എന്നുള്ളത് കേരളത്തിലെ പൊതുസമൂഹം തിരിച്ചറിയണം. രാഹുലിന്റെ അറസ്റ്റിന് ചുക്കാൻ പിടിച്ചത് മുഖ്യമന്ത്രിയെന്ന് ഷാഫി പറമ്പിൽ ആരോപിച്ചു. മുഖ്യമന്ത്രി നേരിട്ട് തന്നെയാണ്, മുഖ്യമന്ത്രിയുടെ ഡയറക്ഷനാണ്. അത് വളരെ ക്ലിയർ ആണല്ലോ. കേസ് കൊണ്ട് വാമൂടാനാണെങ്കിൽ അത് നടക്കില്ലെന്ന് പിണറായി വിജയനോടും പോലീസിനോടും പറയാൻ ആഗ്രഹിക്കുന്നു. അതിന്റെ മുന്നിൽ മുട്ടുമടക്കാൻ ഉദ്ദേശിക്കുന്നില്ല. എന്നാൽ പ്രതിപക്ഷ ആരോപണങ്ങൾ തള്ളി CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ രംഗത്തെത്തി. നേതൃത്വത്തിന്റെ ഭാഗമായവർക്ക് ആർജവം വേണമെന്നും പാർട്ടി സെക്രട്ടറി. നേതൃത്വത്തിന്റെ ഭാഗമായിട്ട് നിൽക്കുന്ന ഒരു ആർജവം വേണം. കേസൊക്കെ ഉണ്ടാവും, അത് സമരത്തിന്റെ ഭാഗമായിട്ടുണ്ടാവും, അല്ലാതെയും വരും. പല രീതിയിലും കേസ് വരും. ആ കേസിനെ അഭിമുഖീകരിക്കണ്ടേ? അഭിമുഖീകരിക്കാൻ പോകുമ്പോൾ എനിക്ക് ജയിലിൽ കയറാൻ പറ്റില്ല, എനിക്ക് അസുഖമാണ് എന്ന് ഒരു സർട്ടിഫിക്കറ്റും കൊണ്ട് ആദ്യം തന്നെ അങ്ങനെ പുറപ്പെട്ടാൽ ആ പുറപ്പെടുന്നത് ശരിയല്ല എന്ന് കോടതി പറഞ്ഞിരിക്കുന്നു. അതാ കാര്യം, ഞങ്ങളാരും പറഞ്ഞതല്ല. രാഹുലിന്റെ അറസ്റ്റ് പ്രതിഷേധിച്ച് കോൺഗ്രസ് ഇന്ന് സംസ്ഥാന വ്യാപക പ്രതിഷേധം സംഘടിപ്പിച്ചു. തുടർ സമരങ്ങൾ ഉണ്ടാകുമെന്ന് യൂത്ത് കോൺഗ്രസും അറിയിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം യൂത്ത് കോൺഗ്രസ് സെക്രട്ടേറിയറ്റിലേക്ക് നടത്തിയ പ്രതിഷേധ മാർച്ചിൽ ഷാഫി പറമ്പിൽ MLA ഒന്നാം പ്രതിയാക്കി പോലീസ് കേസെടുത്തു. അതിനിടെ ആരോഗ്യ പ്രശ്നം ചൂണ്ടിക്കാട്ടി രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്ന് വീണ്ടും കോടതിയിൽ ജാമ്യാപേക്ഷ സമർപ്പിച്ചു. ഈ മാസം 17-ന് തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ഇത് പരിഗണിക്കും. 24 തിരുവനന്തപുരം. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിന്റെ അറസ്റ്റിൽ പ്രതിഷേധം കടുപ്പിക്കാൻ യൂത്ത് കോൺഗ്രസ് നാളെ ക്ലിഫ് ഹൗസിലേക്ക് മാർച്ച് നടത്താനാണ് തീരുമാനം. സമരജ്വാല എന്ന പേരിൽ സംഘടിപ്പിക്കുന്ന മാർച്ച് രാത്രി 8 മണിക്കാണ്. സംസ്ഥാന നേതാക്കൾ ഉൾപ്പെടെ മാർച്ചിൽ പങ്കെടുക്കും. ജില്ലാതല പ്രതിഷേധങ്ങൾ വരും ദിവസങ്ങളിൽ തുടരും. നാളെ കോട്ടയം, കണ്ണൂർ ജില്ലകളിൽ പ്രതിഷേധ മാർച്ചുണ്ട്. അതേസമയം രാഹുൽ മാങ്കൂട്ടത്തിന്റെ ചികിത്സ സംബന്ധിച്ച് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ പ്രസ്താവനയ്ക്കെതിരെ നിയമ നടപടി സ്വീകരിക്കാൻ യൂത്ത് കോൺഗ്രസ് തീരുമാനിച്ചു. വരും ദിവസങ്ങളിൽ തന്നെ CPIM സംസ്ഥാന സെക്രട്ടറിക്കെതിരെ വക്കീൽ നോട്ടീസ് അയക്കും. കോട്ടയത്ത് നടന്ന മാർച്ചിനിടെ പോലീസ് അടിവയറ്റിൽ ചവിട്ടിയെന്ന യൂത്ത് കോൺഗ്രസ് നേതാവ്. ചങ്ങനാശ്ശേരി മണ്ഡലം ജനറൽ സെക്രട്ടറി നിജു വാണിപ്പുരക്കിലാണ് പരാതിക്കാരൻ. ഇടുക്കി കുമളിയിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനെ ആക്രമിച്ച സംഭവത്തിൽ CPIM DYFI പ്രവർത്തകർക്കെതിരെ കേസെടുത്തു. രാഹുൽ മാങ്കൂട്ടത്തിന്റെ അറസ്റ്റിൽ വയനാട്ടിൽ നടന്ന കോൺഗ്രസ് മാർച്ച് സംഘർഷത്തിൽ കലാശിച്ചു. യൂത്ത് കോൺഗ്രസ് കോട്ടയം ജില്ലാ കമ്മിറ്റി നടത്തിയ പ്രതിഷേധ പരിപാടിക്കിടെയാണ് ചങ്ങനാശ്ശേരി മണ്ഡലം ജനറൽ സെക്രട്ടറി നിജു വാണിയപ്പുരക്കലിന് ചവിട്ടേറ്റത്. റോഡ് ഉപരോധിച്ച പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് വാഹനത്തിൽ കയറ്റുന്നതിനിടെ ചവിട്ടിയെന്നാണ് ആരോപണം. കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ് നിജു. ഇടുക്കി കുമളിയിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനെ ആക്രമിച്ച CPIM DYFI പ്രവർത്തകർക്കെതിരെ കേസെടുത്തു. അമരാവതി ലോക്കൽ സെക്രട്ടറി രാജൻ, DYFI നേതാവ് നിഖിൽ എന്നിവർക്ക് പുറമെ കണ്ടാലറിയാവുന്ന 4 DYFI പ്രവർത്തകർക്കെതിരെയാണ് കേസ്. മൂവാറ്റുപുഴയിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പോലീസ് സ്റ്റേഷൻ ഉപരോധിച്ചു. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ജിൻഡോ ടോമി ഉൾപ്പെടെയുള്ളവരെ ആക്രമിച്ച പ്രതികളെ അറസ്റ്റ് ചെയ്യാത്തതിൽ പ്രതിഷേധിച്ചായിരുന്നു ഉപരോധം. രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ അറസ്റ്റിൽ വയനാട്ടിലും പ്രതിഷേധമുയർന്നു. SP ഓഫീസിലേക്ക് യൂത്ത് കോൺഗ്രസ് മാർച്ച് സംഘടിപ്പിച്ചു. പോലീസ് ബാരിക്കേഡ് വെച്ച് മാർച്ച് തടഞ്ഞു. പ്രവർത്തകർ ബാരിക്കേഡ് മറികടക്കാൻ ശ്രമിച്ചതോടെ സംഘർഷമുണ്ടായി. പ്രതിഷേധം തുടരാനാണ് യൂത്ത് കോൺഗ്രസ് തീരുമാനം. 24 കോട്ടയം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 3ാം സീറ്റ് ആവശ്യം കോൺഗ്രസുമായുള്ള ഉഭയകക്ഷി ചർച്ചയിൽ ഉന്നയിക്കുമെന്ന് മുസ്ലിം ലീഗ്. അധിക സീറ്റിന് പാർട്ടിക്ക് അർഹതയുണ്ടെന്ന് പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ പറഞ്ഞു. ഘടകകക്ഷികളുടെ ആവശ്യം പരിശോധിക്കുമെന്നായിരുന്നു മുന്നണി കൺവീനർ MM ഹസന്റെ പ്രതികരണം.
ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങളിലേക്ക് കടന്ന UDF ഈ മാസം 25 മുതൽ സീറ്റ് വിഭജന ചർച്ചകൾ ആരംഭിക്കും. ലീഗിന്റെ അധിക സീറ്റ് ആവശ്യവും കോട്ടയം സീറ്റിൽ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന്റെ അവകാശവാദവുമായിരിക്കും ചർച്ചകളിൽ പ്രധാനം. 3 സീറ്റുകൾ വേണമെന്ന ആവശ്യം മുസ്ലിം ലീഗ് ഇന്നും ആവർത്തിച്ചു. ഉഭയകക്ഷി ചർച്ചയിൽ വിഷയം അവതരിപ്പിക്കുമെന്ന പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ. മുസ്ലിം ലീഗ് ചർച്ചയിലൂടെ കൂടുതൽ സീറ്റ് വേണം എന്നുള്ളത് തന്നെയാണ് ലീഗിൻ്റെ ഒരു അഭിപ്രായം. പക്ഷേ അത് ചർച്ച ചെയ്തിട്ട് നമുക്ക് തീരുമാനിക്കാൻ പറ്റുള്ളൂ. കാരണം നമ്മുടെ UDFന്റെ വിജയം ഉറപ്പുവരുത്തണമല്ലോ. അപ്പോൾ അതിനെന്തെല്ലാമാണോ ആവശ്യം അതാണ് നമുക്ക് ചെയ്യേണ്ടത്. ഘടകകക്ഷികളുടെ ആവശ്യങ്ങൾ പരിശോധിക്കുമെന്നായിരുന്നു മുന്നണി കൺവീനർ MM ഹസന്റെ പ്രതികരണം. കോട്ടയം സീറ്റ് കേരള കോൺഗ്രസിന് തന്നെയെന്നും ഹസൻ. ഞങ്ങളുടെ ഏതെങ്കിലും തരത്തിലുള്ള തർക്കങ്ങളോ ഏതെങ്കിലും തരത്തിലുള്ള അനൈക്യമോ കൊണ്ട് ആ വിജയത്തിന് ഒരു തരത്തിലും ഓട്ടം തട്ടാൻ അനുവദിക്കില്ല. അത് സീറ്റ് ചർച്ചയിലും ഉഭയകക്ഷി ചർച്ചയിലും എല്ലാ കക്ഷികളുടെയും മനസ്സ്. ഇന്നലെ അത് UDF യോഗത്തിൽ എല്ലാവരും അത്തരം ഒരു ശുഭപ്രതീക്ഷ പ്രകടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. കോട്ടയം ഏറ്റെടുത്ത് പകരം പത്തനംതിട്ട കേരള കോൺഗ്രസിന് നൽകുന്നത് സംബന്ധിച്ച് ചില ആലോചനകൾ കോൺഗ്രസിൽ നടക്കുന്നുണ്ട്. അധിക സീറ്റിന് ലീഗ് അർഹരാണെന്ന് അംഗീകരിച്ചുകൊണ്ടുതന്നെ 3ാം സീറ്റ് ആവശ്യം കോൺഗ്രസ് തള്ളാനാണ് സാധ്യത. 25 മുതൽ ആരംഭിക്കുന്ന ഉഭയകക്ഷി ചർച്ചകളിലും KPCC ജാഥയ്ക്കിടെ ഘടകകക്ഷി നേതാക്കളുമായുള്ള കൂടിക്കാഴ്ചകളിലുമാകും ഇക്കാര്യങ്ങളിൽ അന്തിമ തീരുമാനത്തിലെത്തുക. ആലപ്പുഴ, കണ്ണൂർ സീറ്റുകളിൽ കോൺഗ്രസിനും സ്ഥാനാർത്ഥികളെ കണ്ടെത്തേണ്ടതുണ്ട്. മറ്റിടങ്ങളിൽ സിറ്റിംഗ് MPമാരെ തന്നെ രംഗത്തിറക്കാനാണ് സാധ്യതകൾ അധികവും. 24 തിരുവനന്തപുരം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കൂടുതൽ സീറ്റ് ചോദിക്കില്ലെന്ന് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം വ്യക്തമാക്കി. കോട്ടയം സീറ്റ് നേരത്തെ ആവശ്യപ്പെട്ടിട്ടുണ്ടെന്ന് മോൻസ് ജോസഫ് MLA പറഞ്ഞു. കൂടുതൽ അവകാശവാദങ്ങൾക്കില്ലെന്നും ഉഭയകക്ഷി ചർച്ചയിൽ സീറ്റ് സംബന്ധിച്ച് കൂടുതൽ ചർച്ച നടക്കുമെന്നും മോൻസ് ജോസഫ് പറഞ്ഞു. ഇപ്പോൾ കോട്ടയം സീറ്റ് എന്നതിലാണ് പാർട്ടി ആലോചിച്ചിട്ടുള്ളൂ. മറ്റ് സീറ്റിലേക്ക് പോകുന്ന വിധത്തിലുള്ള ആലോചനകൾ ഒന്നും പാർട്ടി തലത്തിൽ നടന്നിട്ടില്ല. അത് UDFന്റെ ഉഭയകക്ഷി ചർച്ചയിൽ നടക്കേണ്ട കാര്യങ്ങളാണ്. അതിന്റെ അത്തരത്തിലുള്ള സാധ്യതകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെല്ലാം വിലയിരുത്തപ്പെടേണ്ടത് UDFന്റെ ചർച്ചയിലാണ്. അപ്പോൾ അതുകൊണ്ട് ഇപ്പം നമ്മളതിലേക്ക് കിടക്കുന്നതിന് പ്രസക്തിയില്ല. കേരള കോൺഗ്രസ് ഒരു സീറ്റാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത്. ഒരു സീറ്റ് കേരള കോൺഗ്രസിന് ലഭിക്കണം എന്ന കാര്യത്തിലുണ്ട്. അതിൽ കോട്ടയം ഞങ്ങളുടെ ക്ലെയിമുണ്ട്, അത് ഞങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. നിയമസഭാ സമ്മേളനത്തിന്റെ സമയക്രമം മാറ്റണം എന്ന ആവശ്യവുമായി പ്രതിപക്ഷം. KPCCയുടെ ജാഥ കണക്കിലെടുത്താണ് സമയം മാറ്റണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷ നേതാവ് VD സതീശൻ സ്പീക്കർക്ക് കത്ത് നൽകിയത്. സംസ്ഥാന ബജറ്റ് അവതരണം ഫെബ്രുവരി 5 നിന്ന് 2 മാറ്റണമെന്നാണ് ആവശ്യം. ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തോടെ നിയമസഭാ സമ്മേളനം ഈ മാസം 25 മുതൽ തുടങ്ങാനാണ് തീരുമാനം. ഫെബ്രുവരി 9 മുതൽ 25 വരെയാണ് KPCCയുടെ ജാഥ നിശ്ചയിച്ചിരിക്കുന്നത്. സംസ്ഥാന ബജറ്റ് അവതരണം ഫെബ്രുവരി 5 നിന്ന് 2 മാറ്റണമെന്നാവശ്യപ്പെട്ടാണ് പ്രതിപക്ഷ നേതാവ് സ്പീക്കർക്ക് കത്ത് നൽകിയത്. ജാഥ നടക്കുന്ന ഫെബ്രുവരി 9 മുതൽ 25 വരെയുള്ള ഷെഡ്യൂളിലും മാറ്റം ആവശ്യപ്പെട്ടിട്ടുണ്ട്. 2024 ആദ്യ സഭാ സമ്മേളനം പലവിധ കാരണങ്ങൾ കൊണ്ട് ശ്രദ്ധേയമാണ്. നവകേരള യാത്രയും സംഘർഷങ്ങളും രാഹുൽ മാങ്കൂട്ടത്തലിന്റെ അറസ്റ്റും ചർച്ചയാകും. ഗവർണർ സർക്കാർ ഏറ്റുമുട്ടലിനിടെയുള്ള ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗവും നിർണായകമാണ്. കടുത്ത സാമ്പത്തിക പ്രതിസന്ധിക്കിടെയുള്ള ബജറ്റും വലിയ ചർച്ചകൾക്ക് വഴിവെക്കും. 24 തിരുവനന്തപുരം. രാഹുൽ ഗാന്ധി നയിക്കുന്ന ഭാരത് ജോഡോ ന്യായ് യാത്രയുടെ മണിപ്പൂരിലെ ഉദ്ഘാടന വേദി മാറ്റി. തൗബാലാണ് പുതിയ വേദി. ഇംഫാലിലെ വേദിക്ക് സർക്കാർ നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നു. പരിമിതമായ ആളുകളെ പങ്കെടുപ്പിച്ച് ചടങ്ങ് നടത്താനായിരുന്നു നിർദ്ദേശം. തൗബാലിന് ശേഷം ഇംഫാലിലെ പാലസ് ഗ്രൗണ്ടിൽ നിശ്ചയിച്ച യോഗം സംഘടിപ്പിക്കും. കുറച്ചാളുകളെ പങ്കെടുപ്പിച്ച് പരിപാടി നടത്തേണ്ട എന്നായിരുന്നു ഹൈക്കമാൻഡ് തീരുമാനം. 1000 പേരെ മാത്രമേ പാലസ് ഗ്രൗണ്ടിൽ അനുവദിക്കൂ എന്നാണ് മണിപ്പൂർ സർക്കാരിന്റെ നിലപാട്. യാത്രയ്ക്ക് 2 ജില്ലകളിൽ രാത്രി തങ്ങാൻ അസം സർക്കാർ അനുമതി നിഷേധിച്ചതായി കോൺഗ്രസ് ആരോപിച്ചു. രണ്ടാം നരേന്ദ്രമോദി സർക്കാരിന്റെ അവസാന ബജറ്റ് ഫെബ്രുവരി 1 ധനമന്ത്രി നിർമ്മല സീതാരാമൻ അവതരിപ്പിക്കും. ഈ മാസം 31 രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന്റെ നയപ്രഖ്യാപനം. ഫെബ്രുവരി 9 വരെയാണ് ബജറ്റ് സമ്മേളനം. ഈ മാസം 31 രാഷ്ട്രപതി ദ്രൗപദി മുർമു നയപ്രഖ്യാപന പ്രസംഗം നടത്തും. ഫെബ്രുവരി 1 കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ 2024-25 വർഷത്തെ കേന്ദ്ര ബജറ്റ് ലോക്സഭയിൽ അവതരിപ്പിക്കും. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തി നിൽക്കുന്ന ഘട്ടത്തിൽ വമ്പൻ പദ്ധതികൾ ബജറ്റിലുണ്ടാകും. രാജ്യത്തെ വനിതകളെയും കർഷകരെയും ലക്ഷ്യമിട്ടുള്ള പദ്ധതികളായിരിക്കും കൂടുതലായി ഉൾപ്പെടുത്തുക എന്നാണ് സൂചന. തെരഞ്ഞെടുപ്പിന് മുൻപുള്ള സമ്മേളനമായതുകൊണ്ട് തന്നെ ഭരണ പ്രതിപക്ഷ വാഗ്വാദങ്ങളും ഉണ്ടാകും. ഭരണപക്ഷം സർക്കാർ നേട്ടങ്ങൾ ഉയർത്തിക്കാട്ടുമ്പോൾ മോദി സർക്കാരിനെതിരെ വിമർശനങ്ങൾ പ്രതിപക്ഷത്ത് നിന്ന് ഉയരും. രാമക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങും സഭയിൽ ചർച്ചാ വിഷയമാകും. 24 ഡൽഹി. നിലപാടിൽ ഭിന്നത.
അയോധ്യ രാമക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങിൽ നിന്ന് വിട്ടുനിൽക്കുന്നതിൽ കോൺഗ്രസിൽ ഭിന്നത. ചടങ്ങിൽ പങ്കെടുക്കുമെന്ന് ഹിമാചൽ പ്രദേശ് മന്ത്രി വിക്രമാദിത്യ സിംഗ് പറഞ്ഞു. ഹൈക്കമാൻഡിനൊപ്പമെന്ന് കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ വ്യക്തമാക്കി. അയോധ്യ തീർത്ഥയാത്ര പദ്ധതിക്ക് ഛത്തീസ്ഗഡ് സർക്കാർ അംഗീകാരം നൽകി. ചടങ്ങ് ബഹിഷ്കരിക്കുന്ന കോൺഗ്രസിനെ 2024 തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ ബഹിഷ്കരിക്കുമെന്ന് BJP വിമർശിച്ചു. അയോധ്യ രാമക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങിൽ നിന്നും വിട്ടുനിൽക്കാനുള്ള തീരുമാനത്തിന് പിന്നാലെ കോൺഗ്രസിനുള്ളിൽ നിന്ന് തന്നെ എതിർപ്പുകൾ ഉയരുകയാണ്. ഹിമാചൽ പ്രദേശ്, രാജസ്ഥാൻ, മധ്യപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള നേതാക്കൾക്ക് തീരുമാനത്തിൽ അതൃപ്തിയുണ്ട്. ചടങ്ങിൽ പങ്കെടുക്കുമെന്ന് ഹിമാചൽ പ്രദേശ് മുൻ മുഖ്യമന്ത്രി വീരഭദ്ര സിംഗിന്റെ മകനും മന്ത്രിയുമായ വിക്രമാദിത്യ സിംഗ് പറഞ്ഞു. രാമക്ഷേത്രത്തിനു വേണ്ടി പ്രവർത്തിച്ച വീരഭദ്ര സിംഗിന്റെ മകൻ എന്ന നിലയിൽ ചടങ്ങിൽ പങ്കെടുക്കേണ്ടത് തന്റെ ധർമ്മമാണെന്നാണ് വിക്രമാദിത്യ സിംഗിന്റെ നിലപാട്. धन्यवाद करना है राष्ट्रीय स्वयंसेवक संघ का, विश्व हिंदू परिषद का, कि उन्होंने मुझे और मेरे परिवार को ये सम्मान दिया है. और 22 तारीख को जिस दिन माननीय प्रधानमंत्री जी अयोध्या में होंगे उस दिन का निमंत्रण हमें दिया गया है. ശ്രീരാമനെ രാഷ്ട്രീയവൽക്കരിക്കാനുള്ള ശ്രമം അനുവദിക്കാനാകില്ലെന്ന് കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ. അതേസമയം ത്രേതായുഗത്തിലെ രാവണന്റെ മനോഭാവമാണ് കോൺഗ്രസിനെന്നും കോൺഗ്രസ് ഹിന്ദുത്വ വിരുദ്ധരെന്നും BJP ആരോപിച്ചു. ചടങ്ങിൽ മുതിർന്ന നേതാവ് LK അദ്വാനി പങ്കെടുക്കുമെന്ന് വിശ്വ ഹിന്ദു പരിഷത്ത് അന്താരാഷ്ട്ര വർക്കിംഗ് പ്രസിഡന്റ് അലോക് കുമാർ അറിയിച്ചു. രാംലാല ദർശൻ സ്കീം എന്ന പേരിൽ അയോധ്യ തീർത്ഥാടനത്തിനുള്ള പദ്ധതി ഛത്തീസ്ഗഡ് സർക്കാർ പ്രഖ്യാപിച്ചു. പ്രതിവർഷം 25,000 തീർത്ഥാടകർക്ക് അയോധ്യ സന്ദർശിക്കാൻ സൗകര്യമൊരുക്കുന്നതാണ് പദ്ധതി. 24 ഡൽഹി. അയോധ്യ രാമക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങിൽ നിന്ന് വിട്ടുനിൽക്കാനുള്ള കോൺഗ്രസ് തീരുമാനത്തിൽ പ്രതികരണവുമായി നേതാക്കൾ. തെരഞ്ഞെടുപ്പിന് മുൻപ് മതത്തെ രാഷ്ട്രീയവൽക്കരിക്കാനാണ് BJPയുടെ ശ്രമമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ കുറ്റപ്പെടുത്തി. കോൺഗ്രസ് വിട്ടുനിൽക്കുന്നതിൽ ആശ്വാസമുണ്ട് എന്നായിരുന്നു മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ പ്രതികരണം. ഇടതുപക്ഷ സ്വാധീനമാണ് കോൺഗ്രസിന്റെ നിലപാട് മാറ്റത്തിന് കാരണമെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞു. ചടങ്ങിൽ പങ്കെടുക്കില്ല എന്ന കോൺഗ്രസ് തീരുമാനം ഹൈന്ദവ വിശ്വാസികളോടുള്ള അവഹേളനമെന്ന് കേന്ദ്രമന്ത്രി V മുരളീധരൻ. തെരഞ്ഞെടുപ്പിന് മുമ്പ് മതത്തെ രാഷ്ട്രീയവൽക്കരിക്കാനും ആരാധനാലയത്തെ രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ കേന്ദ്രമാക്കാനുമാണ് BJP ശ്രമിക്കുന്നത്. അങ്ങനെ ചെയ്യുന്ന ഒരു നടപടിയോട് നമുക്ക് യോജിക്കാൻ പറ്റില്ല. ഇവിടെ രാമക്ഷേത്ര ഉദ്ഘാടനം കേവലം രാഷ്ട്രീയമായിട്ടുള്ള ഒരു നേട്ടത്തിന് വേണ്ടിയിട്ടാണ് BJP ഉപയോഗിക്കുന്നത്. ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലായി. അതിൻ്റെ പശ്ചാത്തലത്തിൽ കോൺഗ്രസ് അടക്കമുള്ളവർ അതിൽ നിന്ന് വിട്ടുനിൽക്കുന്നു എന്നുള്ളതിൽ ഞങ്ങൾക്ക് ഒരു ആശ്വാസമുണ്ട്. ഇടതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ പ്രസക്തിയാണ് കോൺഗ്രസിൻ്റെ ഈ തീരുമാനം പോലും മാറ്റുന്നതിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി സാധിച്ചിട്ടുള്ളത് എന്ന കാര്യം ഞാൻ ആമുഖമായിട്ട് തന്നെ ചൂണ്ടിക്കാണിക്കുകയാണ്. അയോധ്യയിൽ നടക്കുന്ന ശ്രീരാമക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുക്കേണ്ടതില്ല എന്നുള്ള കോൺഗ്രസിൻ്റെ തീരുമാനം കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലെ ഹൈന്ദവ വിശ്വാസികളോടുള്ള അവഹേളനമാണ്. NSSന് പിന്നാലെ അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിനെ പിന്തുണച്ച് SNDPയും പ്രാണപ്രതിഷ്ഠ അഭിമാനം ഉയർത്തുന്ന ആത്മീയ മുഹൂർത്തമാണെന്ന് SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ. പ്രതിഷ്ഠാ മുഹൂർത്തത്തിൽ എല്ലാ വിശ്വാസികളും വീടുകളിൽ ദീപം തെളിയിക്കണം. നേരത്തെ RSS പ്രാന്തീയ കാര്യകാഹി AR മോഹനിൽ നിന്ന് അയോധ്യയിൽ പൂജിച്ച അക്ഷതം വെള്ളാപ്പള്ളി നടേശൻ ഏറ്റുവാങ്ങിയിരുന്നു. ഇനി നോക്കാൻ ചില വാർത്തകൾ ചുരുക്കത്തിൽ. സാമ്പത്തിക പ്രതിസന്ധിയിൽ ഹെലികോപ്റ്ററിന് കൈയഴിച്ച് പണം നൽകി സർക്കാർ. ട്രഷറി നിയന്ത്രണത്തിൽ ഇളവ് വരുത്തി 50 ലക്ഷം രൂപ അധികമായി അനുവദിച്ചു. പോലീസിന്റെ ഫണ്ടിൽ തുക തികയാത്തതുകൊണ്ടാണ് നടപടി. മണിപ്പൂരിൽ വീണ്ടും സംഘർഷം. ചുരാചന്ദ്പൂരിൽ നടന്ന വെടിവെപ്പിൽ 4 മെയ്തി വിഭാഗക്കാർ കൊല്ലപ്പെട്ടു. ബിഷ്ണുപൂരിൽ 4 പേരെ കാണാതായി. മതസ്പർദ്ധ വളർത്താൻ ശ്രമിച്ചെന്ന പരാതിയിൽ BJP തമിഴ്നാട് അധ്യക്ഷൻ K അണ്ണാമലയ്ക്കെതിരെ കേസ്. ധർമ്മപുരി കത്തോലിക്ക പള്ളിയിൽ യുവാക്കളുമായി ഉണ്ടായ വാക്കേറ്റത്തിലാണ് കേസ്. മണിപ്പൂർ വിഷയത്തിൽ പ്രതിഷേധിച്ചാണ് യുവാക്കൾ പള്ളിയിലെത്തി അണ്ണാമലയെ തടഞ്ഞത്. ബംഗാളിൽ ED ഉദ്യോഗസ്ഥർക്കെതിരായ പോലീസ് കേസ് സ്റ്റേ ചെയ്ത് കൽക്കട്ട ഹൈക്കോടതി. ഈ മാസം 18-ന് സത്യവാങ്മൂലം സമർപ്പിക്കാൻ നിർദ്ദേശം. ബംഗാൾ ഗവർണർ CV ആനന്ദ് ബോസുമായി ചീഫ് സെക്രട്ടറിയും DGPയും കൂടിക്കാഴ്ച നടത്തി. അഫ്ഗാനിസ്ഥാനിൽ ശക്തമായ ഭൂചലനം. റിക്ടർ സ്കെയിലിൽ 6.1 തീവ്രത രേഖപ്പെടുത്തി. ഡൽഹി അടക്കമുള്ള ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ പ്രകമ്പനം. ഇന്ത്യയിൽ നാശനഷ്ടങ്ങൾ ഇല്ല. പ്രൈം ടൈം ന്യൂസിലേക്ക് തിരികെ. പുതിയ ഇടയന് സ്വാഗതം. ദൈവജനത്തിൻ ഇടയനിതാ, ദൈവപിതാ
സിറോ മലബാർ സഭയ്ക്ക് പുതിയ ഇടയൻ മേജർ ആർച്ച് ബിഷപ്പായി മാർ റാഫേൽ തട്ടിൽ ചുമതലയേറ്റു. സഭാ ആസ്ഥാനമായ കാക്കനാട് മൗണ്ട് സെന്റ് തോമസിലായിരുന്നു ചടങ്ങുകൾ. സഭയിലെ മെത്രാന്മാരും വൈദികരും അൽമായരും പങ്കെടുത്തു. അനുമോദന സമ്മേളനത്തിൽ രാഷ്ട്രീയ സാംസ്കാരിക രംഗത്ത് നിന്നുള്ള നിരവധി പ്രമുഖർ ആശംസ അറിയിച്ചു. സഭയിലെ മെത്രാന്മാർക്കും വൈദികർക്കും അൽമായർക്കും ക്ഷണിക്കപ്പെട്ട അതിഥികൾക്കും മാത്രമായിരുന്നു മേജർ ആർച്ച് ബിഷപ്പ് റാഫേൽ തട്ടിലിന്റെ സ്ഥാനാരോഹണ ചടങ്ങിലേക്ക് ക്ഷണം. സീറോ മലബാർ സഭ അഡ്മിനിസ്ട്രേറ്റർ മാർ സെബാസ്റ്റ്യൻ വാണിപ്പുരയ്ക്കൽ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. വഴിതെറ്റിപ്പോയ കുഞ്ഞാടുകളെ തേടുന്ന ഇടയനാകാൻ ശ്രമിക്കുമെന്ന് മാർ റാഫേൽ തട്ടിൽ. സ്ഥാനമൊഴിഞ്ഞ കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരിക്കും പ്രസംഗത്തിൽ പിന്തുണ. പോലെ ബുദ്ധിപരമായിട്ടും ദൈവശാസ്ത്രപരമായിട്ടും പ്രേക്ഷിതപരമായിട്ടും സിറോ മലബാർ സഭയെ നയിക്കാൻ ഇനി ഒരാൾക്കും കഴിയില്ല. പിതാവ് അത്രക്കേറെ ചെയ്തിട്ടുണ്ട്. വളരെ വളരെ പിതാവ് കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഒരുപാട് സഹനങ്ങൾ പിതാവിന് കടന്നു പോകേണ്ടി വന്നിട്ടുണ്ട്. അത് പിതാവ് തെറ്റ് ചെയ്തതിന്റെ പേരാണെന്ന് ഞങ്ങൾ ആരും വിശ്വസിക്കുന്നില്ല. സ്ഥാനാരോഹണ ചടങ്ങുകൾക്ക് ശേഷം നടന്ന അനുമോദന സമ്മേളനത്തിൽ വിവിധ സഭകളിൽ നിന്നുള്ള പ്രതിനിധികളും രാഷ്ട്രീയ സാംസ്കാരിക രംഗത്തു നിന്നുള്ളവരും ആശംസകൾ അറിയിച്ചു. കത്തീഡ്രൽ ബസിലിക്കയിൽ സ്ഥാനാരോഹണം നടക്കാതിരുന്നത് സഭയുടെ പിടിപ്പുകേടാണെന്ന് എറണാകുളം അങ്കമാലി അതിരൂപത അൽമായ മുന്നേറ്റം ആരോപിച്ചു. നാളെ മുതൽ മാർ റാഫേൽ തട്ടിലിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന സിനഡിൽ സഭയിലെ മറ്റു വിഷയങ്ങൾ ചർച്ചയാകും. 24 കൊച്ചി. ഒളിവിൽ ആരുടെ തണൽ? വിദേശത്ത് അന്വേഷണം നടക്കുമ്പോഴും കൈവെട്ട് കേസ് പ്രതി സവാദ് കേരളത്തിൽ തന്നെയുണ്ടായിരുന്നു എന്ന നിഗമനത്തിൽ അന്വേഷണ സംഘം. 8 വർഷം മുൻപ് വിവാഹം കഴിഞ്ഞ സവാദ് പിന്നീട് കേരളം വിട്ടുപോയിട്ടില്ല. ഇളയ കുട്ടിയുടെ ജനന സർട്ടിഫിക്കറ്റിൽ സവാദ് എന്ന് ചേർത്തിരുന്നതാണ് പ്രതിയെ കുടുക്കിയത്. കാസർഗോഡ് SDPI നേതാവിന്റെ മകളെ വിവാഹം ചെയ്ത സവാദ് വിവാഹശേഷം കേരളത്തിൽ തന്നെ തങ്ങിയെന്നാണ് പുറത്തുവരുന്ന വിവരം. കൈവെട്ട് കേസ് പ്രതി സവാദിന് കണ്ണൂരിൽ താമസിക്കാൻ SDPI പോപ്പുലർ ഫ്രണ്ട് നേതാക്കൾ സഹായം ചെയ്തു. വളപട്ടണം, വിളക്കോട്ടൂർ, ബേരം എന്നിവിടങ്ങളിൽ മാറി മാറി താമസിച്ച പ്രതിക്ക് മരപ്പണിക്കാരനായി തൊഴിൽ ഉറപ്പാക്കിയതും SDPI നേതൃത്വമാണെന്ന് NIA വ്യക്തമാക്കുന്നു. ഇതിനിടെ സവാദ് കൈവെട്ട് കേസ് പ്രതിയാണെന്നറിഞ്ഞത് ഇന്നലെയാണെന്നും ഷാജഹാൻ ആണെന്ന് പറഞ്ഞാണ് വിവാഹം കഴിച്ചതെന്നും സവാദിന്റെ ഭാര്യാപിതാവ് അബ്ദുറഹ്മാൻ. പേര് ഷാജഹാൻ. പിന്നെ ഒരു താമസിച്ചത് ഇവിടെ വളപട്ടണം മണ്ണ. ഒരു 5 കൊല്ലം അവിടെ താമസിച്ചു. പിന്നെ ഇങ്ങനെ ഇടയിടെ പറഞ്ഞു അവർ പ്രസവിക്കുമ്പോഴൊക്കെ പറഞ്ഞു. അതേസമയം ഷാജഹാൻ എന്ന പേര് മാറ്റിയെങ്കിലും ഇളയ കുട്ടിയുടെ ജനന സർട്ടിഫിക്കറ്റിൽ സവാദ് എന്ന ചേർത്തിരുന്നതാണ് NIA അന്വേഷണത്തിൽ നിർണായകമായത്. ഇതിനു പുറമെ സവാദിന്റെ ശരീരത്തിലെ മുറിപ്പാടുകളും നിർണായകമായി. പ്രതിയുടെ തിരിച്ചറിയൽ പരേഡ് ഉടൻ നടക്കും. പിന്നാലെയാകും കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യൽ. ശ്രീകാന്ത്, 24 കൊച്ചി. എം വിജിൻ MLAയോട് മോശമായി പെരുമാറി എന്ന് കണ്ടെത്തിയ കണ്ണൂർ ടൗൺ SI PP ഷമീൽ അവധിയിൽ. SIക്ക് ഗുരുതര വീഴ്ചയുണ്ടായി എന്ന ACPയുടെ അന്വേഷണ റിപ്പോർട്ടിന് പിന്നാലെയാണ് അവധി. വകുപ്പുതല നടപടിയിൽ കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണർ ഉടൻ തീരുമാനമെടുക്കും. എം വിജിൻ MLAയോട് പ്രോട്ടോകോൾ പാലിക്കാതെ മോശമായി പെരുമാറിയെന്ന് കണ്ടെത്തിയ കണ്ണൂർ ടൗൺ SIക്കെതിരെ നടപടി ഉറപ്പായി. സ്ഥലം മാറ്റത്തിനാണ് സാധ്യത. കടുത്ത നടപടിക്ക് നിലവിൽ ശുപാർശയില്ല. കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണർ വകുപ്പുതല നടപടിയിൽ തീരുമാനമെടുക്കും. SI PP ഷമീലിന് വീഴ്ച പറ്റിയെന്നാണ് കണ്ണൂർ ACP TK രത്നകുമാറിന്റെ അന്വേഷണ റിപ്പോർട്ട്. MLA ആണെന്ന് മനസ്സിലായിട്ടും മോശമായി പെരുമാറിയെന്നാണ് കണ്ടെത്തൽ. SI പ്രകോപനപരമായി ഇടപെട്ടതാണ് രംഗം വഷളാക്കിയതെന്നും അന്വേഷണ റിപ്പോർട്ടിൽ പരാമർശമുണ്ട്. MLA ആണെന്ന് മനസ്സിലാക്കാതെയാണ് പ്രതികരിച്ചതെന്ന SIയുടെ വാദം അന്വേഷണ റിപ്പോർട്ട് തള്ളുന്നു. അതേസമയം നടപടി നീക്കത്തിനിടെ SI PP ഷമീൽ 10 ദിവസത്തെ അവധിയിൽ പ്രവേശിച്ചു. കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് നഴ്സിംഗ് അസോസിയേഷന്റെ കളക്ടറേറ്റ് മാർച്ചിനിടെ SIയും MLAയും തമ്മിൽ തർക്കമുണ്ടായത്. 24 കണ്ണൂർ. പ്രൈം ടൈം ന്യൂസിലേക്ക് തിരികെ.
മതസൗഹാർദ്ദത്തിന്റെ സന്ദേശം വിളിച്ചോതുന്ന എരുമേലി ചന്ദനക്കുട മഹോത്സവം നടന്നു. ദേവസ്വം മന്ത്രി കെ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. എരുമേലിയുടെ മതസൗഹാർദ്ദം രാജ്യത്തിനും ലോകത്തിനും മാതൃകയാണെന്ന് മന്ത്രി പറഞ്ഞു. നാളെയാണ് പേട്ടതുള്ളൽ. വൈകിട്ട് ബാവരിപ്പള്ളിയിൽ ചേർന്ന മതമൈത്രി സംഗമത്തിനു ശേഷമാണ് ചന്ദനക്കുട ഘോഷയാത്രയ്ക്ക് തുടക്കമായത്. പൊതുസമ്മേളനം ദേവസ്വം മന്ത്രി കെ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. എരുമേലിയുടെ മതസൗഹാർദ്ദം രാജ്യത്തിനും ലോകത്തിനും മാതൃകയെന്ന് മന്ത്രി. എരുമേലിയിലെ വിവിധ മേഖലകളിൽ സഞ്ചരിക്കുന്ന ഘോഷയാത്ര പുലർച്ചെ 2 മണിയോടെ വാവരിപ്പള്ളിയിലെത്തും. തുടർന്ന് കൊടിയിറക്കും. നാളെയാണ് എരുമേലി പേട്ടതുള്ളൽ. അമ്പലപ്പുഴ സംഘം എരുമേലിയിലെത്തിയിട്ടുണ്ട്. 24 കോട്ടയം. ഇസ്രയേലിനെതിരെ ദക്ഷിണാഫ്രിക്ക നൽകിയ കേസ് അന്താരാഷ്ട്ര കോടതി പരിഗണിച്ചു തുടങ്ങി. ഇസ്രയേൽ നടത്തുന്നത് വംശഹത്യയാണെന്നും അടിയന്തര ഇടപെടൽ വേണമെന്നും ദക്ഷിണാഫ്രിക്ക ആവശ്യപ്പെട്ടു. ദക്ഷിണാഫ്രിക്കൻ സംഘത്തിന്റെ വാദം പൂർത്തിയായി. നാളെയാണ് ഇസ്രയേലിന്റെ വാദം. ഹേഗിലെ അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിൽ ദക്ഷിണാഫ്രിക്കൻ നീതിന്യായ മന്ത്രി റൊണാൾഡ് ലമോലയാണ് ആദ്യ പ്രസ്താവന നടത്തിയത്. പലസ്തീനികൾക്ക് സഹായം നൽകുന്നതിന്റെ ഭാഗമായാണ് ഇസ്രയേലിനെതിരെ നിയമ നടപടിയുമായി എത്തിയതെന്ന് ലമോല വ്യക്തമാക്കി. പലസ്തീനിൽ ഇസ്രയേൽ നടത്തുന്ന ആക്രമണങ്ങൾ 2023 ഒക്ടോബർ 7 തുടങ്ങിയതല്ലെന്ന് ദക്ഷിണാഫ്രിക്ക വാദിച്ചു. 76 വർഷമായി തുടരുന്ന ആക്രമണങ്ങളാണിതെന്നും നീതിന്യായ മന്ത്രി വിമർശിച്ചു. 1948 വംശഹത്യ തടയുന്നതിനുള്ള ചട്ടങ്ങൾ ഇസ്രയേൽ ലംഘിച്ചതായും ദക്ഷിണാഫ്രിക്ക കുറ്റപ്പെടുത്തി. 2004 മുതൽ ഗസയിൽ അതിർത്തികൾ അടച്ച ഇസ്രയേൽ ഉപരോധം തുടരുകയാണ്. കൺവെൻഷന്റെ ആർട്ടിക്കിൾ 1 പ്രതിപാദിക്കുന്ന വംശഹത്യ തടയാനാണ് കേസ് നൽകിയതെന്ന് ദക്ഷിണാഫ്രിക്കൻ സംഘം ആവർത്തിച്ചു. നിയമത്തിന്റെയും ധാർമ്മികതയുടെയും എല്ലാ പരിധികളും ലംഘിക്കപ്പെട്ടെന്നും ദക്ഷിണാഫ്രിക്കൻ സംഘം കോടതിയിൽ വാദിച്ചു. ദക്ഷിണാഫ്രിക്കയുടെ വാദങ്ങൾക്കെതിരെ ഇസ്രയേൽ രൂക്ഷ വിമർശനവുമായി രംഗത്തെത്തി. ഹമാസിന്റെ നിയമായുധമായാണ് ദക്ഷിണാഫ്രിക്ക പ്രവർത്തിക്കുന്നതെന്ന് വിദേശകാര്യ മന്ത്രാലയം വിമർശിച്ചു. അന്താരാഷ്ട്ര നീതിന്യായ കോടതി പ്രസിഡന്റ് യുവാൻ ഡോനോഗാണ് നടപടികൾക്ക് നേതൃത്വം നൽകുന്നത്. ഇന്ത്യ അടക്കം ആകെ 17 രാജ്യങ്ങളിലെ ജഡ്ജിമാരാണ് വാദം കേൾക്കുന്നത്. 100 കണക്കിന് പലസ്തീൻ അനുകൂലികളാണ് കോടതിക്ക് മുന്നിൽ തടിച്ചുകൂടിയത്. ഇന്റർനാഷണൽ ഡെസ്ക് 24. ഇനി മറ്റു ചില വാർത്തകൾ ചുരുക്കത്തിൽ. ചാവക്കാട് താലൂക്ക് ആശുപത്രിയിൽ തലവേദനയ്ക്ക് കുത്തിവെപ്പെടുത്ത 7 വയസ്സുകാരന്റെ കാല് തളർന്ന സംഭവത്തിൽ വിചിത്ര അച്ചടക്ക നടപടിയുമായി ആരോഗ്യവകുപ്പ്. വീഴ്ച വരുത്തിയ നഴ്സിന് സ്വന്തം നാട്ടിലേക്ക് സ്ഥലമാറ്റം നൽകി. ആരോഗ്യമന്ത്രിക്ക് പരാതി നൽകാൻ കുട്ടിയുടെ കുടുംബം. റോഡിലെ കുഴിയിൽ വീണ കോഴിക്കോട് കല്ലാച്ചി സ്വദേശി യൂസഫിന്റെ കാലൊടിഞ്ഞ സംഭവത്തിൽ കേസെടുത്ത് മനുഷ്യാവകാശ കമ്മീഷൻ. പൊതുമരാമത്ത് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറോട് റിപ്പോർട്ട് തേടി. ഇടുക്കി ചതുരംഗപ്പാറ വില്ലേജിലെ സർക്കാർ ഭൂമിയിൽ വൻതോതിൽ അനധികൃത പാറ ഖനനം നടന്നുവെന്ന് വിജിലൻസ്. സർക്കാരിന് 1 കോടി രൂപയുടെ നഷ്ടമുണ്ടായെന്നും ഖനനത്തിൽ ഉദ്യോഗസ്ഥർക്ക് പങ്കുണ്ടെന്നും കണ്ടെത്തൽ. ഇതോടെ പ്രൈം ടൈം ന്യൂസ് പൂർത്തിയാകുന്നു. ഗുഡ് നൈറ്റ്.